നമസ്കാരം, 91 ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിലെ ക്രൂരമായ തീവ്രവാദ കൊലപാതകങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടി ഇന്ത്യൻ സേനയുടെ കരുത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തെളിയിപ്പിക്കപ്പെട്ട ഒന്നുകൂടിയായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഓരോ മിസൈലുകളും പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഭീകര കേന്ദ്രങ്ങൾ കിറുകൃത്യം കണ്ടെത്തി തകർത്തു തരിപ്പണമാക്കിയപ്പോൾ ലോകത്തെ രണ്ടാമത് ശക്തി എന്നവകാശപ്പെടുന്ന ചൈന പാകിസ്ഥാന് നൽകിയ ആയുധങ്ങൾ ലക്ഷ്യമില്ലാതെ തകർന്നു പോകുന്നതും ഇന്ത്യൻ സൈന്യം തകർക്കുന്നതുമാണ് നാം കണ്ടത്. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ഈ സംഹാര ശേഷിയും കൃത്യതയും മനസ്സിലാക്കി മറ്റു പല രാഷ്ട്രങ്ങളും ഇപ്പോൾ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് പ്രതിവർഷം കേവലം 630 കോടി രൂപയുടെ ആയുധ കച്ചവടമാണ് ഇന്ത്യ നടത്തിയിരുന്നത്. എന്നാൽ സമീപ വർഷത്തിൽ അത് 2700 കോടിയായി ഉയർന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ആയുധ വിപണി നേട്ടം 30,000 കോടിക്ക് മുകളിലാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കി കഴിഞ്ഞു. പ്രതിശീർഷ വരുമാനത്തിലും ഇന്ത്യ വലിയ പുരോഗതിയിലാണ്. 2013-14 വർഷത്തിൽ $1438 ആയിരുന്നുവെങ്കിൽ 2025-ൽ $2880 ഇത് വർദ്ധിച്ചുവെന്ന് IMF രേഖപ്പെടുത്തി. രാജ്യാന്തര നാണയനിധിയുടെ പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനം $4.187 ലക്ഷം. ജപ്പാനുമായി നേരിയ വ്യത്യാസം മാത്രം. 2030 ആകുമ്പോൾ GDPയിൽ ഇന്ത്യ ജർമ്മനിയെയും മറികടന്ന് മൂന്നാമതെത്തും. സുസ്ഥിരമായ ഭരണ സംവിധാനമാണ് ഒരു രാജ്യത്തിൻ്റെ GDP നിരക്ക് ഉയർത്തുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളുടെയും ദീർഘവീക്ഷണമുള്ള പുരോഗമന കാഴ്ചപ്പാടുകളുടെയും വിജയമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ സാമ്പത്തികമായി ഇത്രയധികം മുന്നോട്ട് കുതിക്കുവാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ. 2047 വർഷത്തിൽ വികസിത ഭാരതം എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വപ്നമാണ്. ഒരു രാജ്യം സാമ്പത്തിക സുരക്ഷ നേടുമ്പോഴാണ് അവിടെയുള്ള പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്. മറ്റു വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള തൊഴിൽ, വിദ്യാഭ്യാസ നേട്ടങ്ങൾ കൈവരിക്കുക എന്ന സുന്ദര ലക്ഷ്യത്തോടൊപ്പം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പുരോഗതിയിൽ അഭിമാനിക്കുന്ന ഏതൊരാളും രാജ്യഭരണത്തിനൊപ്പം നിൽക്കേണ്ട അവസരം കൂടിയാണ് ഇത്. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നിറം നോക്കാതെ രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും പ്രാധാന്യം നൽകുകയും അത് നടപ്പിലാക്കാൻ വ്യക്തമായ പദ്ധതികളും ഇച്ഛാശക്തിയുമുള്ള ഏതൊരു ഭരണകൂടമായാലും അവർക്കൊപ്പം ആയിരിക്കണം ആ രാജ്യത്തിൻ്റെ ജനത നിൽക്കേണ്ടത്. 2047 എന്ന ഇന്ത്യയുടെ വികസിത സ്വപ്നങ്ങൾക്ക് അധിക ദൂരമില്ല. ഈ രാഷ്ട്രത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാര യാത്രയിൽ നമുക്കും പങ്കാളികളാകാം. ഒന്നിച്ചൊരുമിച്ച് മുന്നേറാം.